ഹലോ, നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ മുരുക്കുമ്പഴ നാട്ടിൽ പുതിയൊരു ഫാൻസി സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. അമേഴ്സ് എൻ്റർപ്രൈസസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയ ഷോപ്പുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ അകത്തോട്ട് ചെല്ലുമ്പോഴേ വിസ്മയങ്ങൾ തീർത്ത ഒരു ഷോപ്പാണിത്. ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സ് ആണ്. അത് കഴിഞ്ഞ് ലേഡീസിനുള്ള മാല, കുട്ടികൾക്കുള്ള മാല, പല പല നിറത്തിലുള്ള മാലകളുണ്ട്. എൻ്റെ കൂടെ ആരൊക്കെയാണ് വന്നതെന്നറിയാമോ? പാറുവും ദേവയാണ് വന്നത്. രണ്ടുപേരും ഷോപ്പിൽ കയറിയ ഉടനെ കമ്മലിൻ്റെ സെക്ഷനിൽ പോയി കമ്മലുകൾ നോക്കുക. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞാനും ഒരെണ്ണം എടുത്തായിരുന്നു. പിന്നെ ഈ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമുള്ള കുഞ്ഞു കമ്മലുണ്ടായിരുന്നു. പിന്നെ ഈ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്ന ലേഡീസിന് പറ്റിയ ചെറിയ ചെറിയ സ്റ്റഡ് ഉണ്ടായിരുന്നു. കാണാൻ തന്നെ ഒരുപാട് വെറൈറ്റി. കാര്യം പുതിയ ഷോപ്പായതുകൊണ്ട് എല്ലാം പുതിയ കളക്ഷനായിരുന്നു. ഇതിൽ നിന്നും നമ്മളും ഇഷ്ടപ്പെട്ട 3-4 ജോഡി കമ്മൽ വാങ്ങിച്ചായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്റ്റഡുകൾ, ഇതായത് കണ്ടോ, ചെറുതെന്ന് വെച്ചാൽ ഒരുപാട് ചെറുതായിട്ടുള്ള പല കളറിലുള്ള സ്റ്റഡ് ഉണ്ടായിരുന്നു. പാറുവിൻ്റെ കയ്യിരിക്കണ കമ്മൽ കൊള്ളാമോ? ഇതാണ് എനിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ ഓരോരോ മോഡലുകൾ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ അടുത്ത സെക്ഷനിൽ ഇവർ മൂക്കൂത്തിയാണ് നോക്കുന്നത്. ദേവയ്ക്കും പാറുവിനും സ്കൂളിൽ പ്രോഗ്രാമാണ്. അങ്ങനെ ഒരു മൂക്കൂത്തി വാങ്ങിച്ച് നോക്കി. ഇഷ്ടപ്പെട്ടതായിട്ട് രണ്ടുപേരും എടുത്തായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയപ്പോൾ ബുക്സാണ്. ഈ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ ബുക്സ്, ബോക്സ്, ക്രയോൺസ്, കളേഴ്സ്, ബോക്സ്, ബോട്ടിൽ എല്ലാം ഇവിടെയുണ്ട്. നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട്. അവിടെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടും. എല്ലാ തരത്തിലുള്ള ബുക്സും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബുക്സൊക്കെ എടുത്ത് നോക്കി. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഈ കൊച്ചു കുട്ടിയൊക്കെ വെക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്ലിപ്പില്ലേ, ഈ ചെറിയ മുടിയൊക്കെ ഉള്ള കുട്ടിയൊക്കെ വെക്കുന്ന ആ ടൈപ്പിലുള്ള ഒരുപാട് ക്ലിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടു. ഡാൻസിനൊക്കെ വെക്കാൻ പറ്റിയ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് കൊച്ചു കുട്ടികൾക്ക് വെക്കുന്ന തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സെക്ഷനിലോട്ട് നോക്കുമ്പം ഈ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. നമ്മുടെ ബ്ലൗസിലേക്ക് വർക്ക് ചെയ്യുന്ന മുത്ത്, ലേസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിലുണ്ടായിരുന്നു. പിന്നെ ദേവയ്ക്കൊരു ഗമ്മ് വേണമെന്ന് ഗമ്മ് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഒരുപാട് ക്രീമുകളുണ്ടായിരുന്നു. അതിൻ്റെ താഴെയായിട്ട് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് വീണ്ടും വളയുടെ സെക്ഷനിലെത്തി. കുപ്പിവളകൾ എന്ന് വെച്ചാൽ എല്ലാ പെൺകുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. പണ്ടൊക്കെ എല്ലാവരും കുപ്പിവളകളാണ് ഇട്ടുകൊണ്ട് നടന്നത്. പക്ഷെ അതിൻ്റെ കാലം മറന്നാലും നമ്മളിപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് റിങ് ഉണ്ടായിരുന്നു. അടുത്ത ജിമിക്കി കമ്മലുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ നെയിൽ പോളിഷ് ഒരുപാട് കളർ ഉണ്ടായിരുന്നു. പാറു അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട 2-3 കളർ സെലക്ട് ചെയ്തായിരുന്നു. പിന്നെ ദേവത വീണ്ടും ബോയുടെ അടുത്ത് വന്നു. ബോയ് എന്ന് വെച്ചാൽ ദേവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് കളറുള്ള ബോയകളൊക്കെ നമ്മൾ കണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാറു വന്നിട്ട് ഇതിൽ നിന്നൊരു വൈറ്റ് ബോയ് എടുത്ത് വെക്കുന്നുണ്ട്. ഈ LKG കുട്ടികളെ കണക്കില്ലേ പാറുവിനെ കാണാൻ. ഇത് കണ്ടോ എടുത്ത് വെക്കുന്നു, കൊള്ളാമോ കണ്ടിട്ട്? അത് കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടിയിലേക്ക് ഒരു കീ ചെയിൻ നോക്കിയായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട കീ ചെയിൻ ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബർത്ത്ഡേക്ക് ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആയാലും കൊടുക്കാൻ പറ്റി ചെറിയ ഗിഫ്റ്റ്, നമ്മുടെ ചെറിയ എമൗണ്ടിലൊക്കെ വാങ്ങാൻ പറ്റുന്ന നല്ല ഗിഫ്റ്റുകളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഇങ്ങോട്ട് മാറി വന്ന് ഗോൾഡ് കവറിങ്ങിലുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡോള്, കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റാണ് ഈ ഡോള്. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ഈ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ അലങ്കരിക്കുന്ന വസ്തുക്കളുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാണിത്. അത് കഴിഞ്ഞ് താഴോട്ട് നോക്കിയപ്പോഴും ബണ്ണ് പല പല കളറിലുള്ള കണ്ട പുതിയ സ്റ്റോക്കാണ് കേട്ടോ. കാണുമ്പോഴേ അറിയാം എല്ലാം കാണാൻ തന്നെ നല്ല ലുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാൻ പോയി. ഇതാണ് ഈ കടയിലെ ഓണർ. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലടിച്ച് എമൗണ്ടൊക്കെ പറഞ്ഞ് നമ്മൾ ക്യാഷ് കൊടുത്ത് ഇറങ്ങി. നമ്മൾ കയറിയപ്പോൾ നല്ല വെട്ടമുണ്ടായിരുന്നു. പക്ഷേ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴോ നേരം ഇരുട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ബൈ.